സമകാലികത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2025 മാർച്ച് മാസത്തിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്ന 4 ആനുകൂല്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഒന്നാമതായി, സംസ്ഥാന ഗവൺമെന്റിന്റെ കെ ഫോണുമായി ബന്ധപ്പെട്ട കാര്യമാണ്. കെ ഫോണിലൂടെ കേരളത്തിലെ 75 ലക്ഷം കുടുംബങ്ങളിലും ഇന്റർനെറ്റ് സേവനം നൽകാമെന്നാണ് കണക്കുകൂട്ടൽ. ഇതിൽ 20 ലക്ഷത്തോളം സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് സൗജന്യമായി കെ ഫോൺ വഴി ഇന്റർനെറ്റ് ലഭിക്കും. മറ്റുള്ളവർക്ക് മിതമായ നിരക്കിലും വാണിജ്യാടിസ്ഥാനത്തിൽ സ്വകാര്യ സ്ഥാപനങ്ങൾക്കും കെ ഫോൺ ഉപയോഗപ്പെടുത്താവുന്നതാണ്. കേരളത്തിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും കണക്ഷനു വേണ്ടി അപേക്ഷിക്കാം. ആദ്യഘട്ടത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന 14,000 വീടുകളിലും 30,000-ൽ പരം സർക്കാർ സ്ഥാപനങ്ങളിലുമാകും കെ ഫോണിന്റെ ഇന്റർനെറ്റ് സേവനം ലഭ്യമാകുക. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സമർപ്പിച്ച പട്ടികയനുസരിച്ച് ആദ്യഘട്ടത്തിൽ ഒരു നിയമസഭാ മണ്ഡലത്തിലെ 100 വീടുകൾ എന്ന നിലയിലാണ് കെ ഫോൺ കണക്ഷൻ നൽകുന്നത്. 18,000 സർക്കാർ സ്ഥാപനങ്ങളിലും 9,000-ൽ പരം വീടുകളിലും ഇന്റർനെറ്റ് കണക്ഷൻ നൽകാൻ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി കഴിഞ്ഞു എന്നാണ് കെ ഫോൺ നൽകുന്ന വിവരം. ഇപ്പോൾ തന്നെ 17,412 സ്ഥാപനങ്ങളിലും 2,105 വീടുകളിലും നിലവിൽ കെ ഫോൺ വഴി ഇന്റർനെറ്റ് സേവനം നൽകുന്നുണ്ട്. കെ ഫോണിനായി അപേക്ഷിക്കാനായി കെ ഫോൺ നേരിട്ടും വിവിധ സർവീസ് പ്രൊവൈഡർമാർ മുഖേനയുമാണ് കണക്ഷനുകൾ എത്തിക്കുന്നത്. വിവിധ മേഖലകളിലായി പ്രവർത്തിക്കുന്ന കേബിൾ TV ഓപ്പറേറ്റർമാർ വഴിയും കണക്ഷനുകൾ വാങ്ങാനാവും. കെ ഫോൺ മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയും കെ ഫോൺ വരിക്കാരാവാൻ സാധിക്കും. പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ആപ്ലിക്കേഷൻ ലഭ്യമാണ്. ഇനി കെ ഫോണിന്റെ വെബ്സൈറ്റിലൂടെയും വിവരങ്ങൾ നൽകി വരിക്കാരാവാം. പുതിയ വരിക്കാരാവുന്നതിനായി വിവരങ്ങൾ നൽകിയാൽ കെ ഫോൺ അധികൃതർ നിങ്ങളുമായി ബന്ധപ്പെടും. KYC മാനദണ്ഡങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമേ കണക്ഷൻ ലഭിക്കുകയുള്ളൂ. 18 വയസ്സോ അതിനു മുകളിലോ പ്രായമുള്ളവരുടെ പേരിൽ വേണം അക്കൗണ്ട് തുടങ്ങാൻ. നിലവിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സമർപ്പിച്ച പട്ടികയനുസരിച്ചുള്ള വീടുകൾ ഉൾപ്പെടെ മുൻഗണനാക്രമം അനുസരിച്ചായിരിക്കും കണക്ഷനുകൾ നൽകുക. പ്രാരംഭകാലത്തെ തിരക്കുകൾ കൈകാര്യം ചെയ്യുന്നതിനു കൂടി വേണ്ടിയാണിത്. കെ ഫോണിന്റെ പ്ലാനുകളെക്കുറിച്ചുള്ള വിശദ വിവരങ്ങളും ഗവൺമെന്റ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. അടുത്തൊരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നതായിരിക്കും. മറ്റൊരു കാര്യം, നിങ്ങളുടെ പേരിലുള്ള പഴയ വാഹനത്തിന്മേലുള്ള നികുതി കുടിശ്ശിക തീർക്കാൻ മാർച്ച് 31 വരെ അവസരമുണ്ടെന്ന് മോട്ടോർ വാഹന വകുപ്പ്. 2020 മാർച്ച് 31 ശേഷം ടാക്സ് അടക്കാൻ കഴിയാത്ത വാഹനങ്ങൾക്ക് ഈ സേവനം ഉപയോഗപ്പെടുത്താം. വാഹനം ഉപയോഗശൂന്യമാവുകയോ വിറ്റുപോയെങ്കിലും നിങ്ങളിൽ നിന്നും ഉടമസ്ഥത മാറാതിരിക്കുകയോ വാഹനത്തെക്കുറിച്ച് യാതൊരു വിവരം ഇല്ലാതിരിക്കുകയോ ആണെങ്കിൽ അവയുടെ നികുതി കുടിശ്ശിക ചുരുങ്ങിയ നിരക്കിൽ ഒറ്റത്തവണ പദ്ധതിയിലൂടെ അടച്ച് എന്നേക്കുമായി ബാധ്യത അവസാനിപ്പിക്കാമെന്ന് MVD അറിയിച്ചു. ഈ ഒറ്റത്തവണ നികുതി കുടിശ്ശിക തീർപ്പാക്കൽ പദ്ധതിയുടെ കാലാവധി മാർച്ച് 31 അവസാനിക്കുമെന്നും ഓർമ്മപ്പെടുത്തുകയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ RD ഓഫീസുമായി ബന്ധപ്പെടാം. മറ്റൊരു അറിയിപ്പ്, കേന്ദ്രം 12,000 കോടി രൂപയുടെ കടമെടുക്കാനുള്ള അനുമതി നൽകിയതോടെ പെൻഷൻ കാര്യത്തിൽ ഒരു തീരുമാനമായിരിക്കുന്നു. മാർച്ച് മാസം 20 മുതൽ തന്നെ ക്ഷേമ പെൻഷൻ നൽകി തുടങ്ങുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. കഴിഞ്ഞ മാർച്ച് മാസം മുതൽ എല്ലാ മാസവും മുടങ്ങാതെ തന്നെ പെൻഷൻ നൽകി വരുന്നുണ്ട്. 5 മാസത്തെ പെൻഷൻ കുടിശ്ശികയിൽ 2 മാസത്തെ കുടിശ്ശിക ഇതിനകം തീർത്തു കഴിഞ്ഞു. ബാക്കി 3 മാസത്തെ പെൻഷൻ കുടിശ്ശിക ഏപ്രിൽ മുതൽ തുടങ്ങുന്ന അടുത്ത സാമ്പത്തിക വർഷത്തിലായിരിക്കുമെന്ന് അറിയിച്ചിരുന്നു. അതിനാൽ തന്നെ ഈ മാർച്ചിൽ ഒരു മാസത്തെ പെൻഷൻ തുകയായ 1,600 രൂപയായിരിക്കും വിതരണം ചെയ്യുക. ഏപ്രിൽ മാസം മുതൽ 3 മാസം ഓരോ മാസവും 3,200 രൂപ വീതം പെൻഷൻ ലഭിക്കുന്നതായിരിക്കും. ഏപ്രിൽ മാസത്തെ പെൻഷനും വളരെ നേരത്തെ തന്നെ നൽകാനാണ് സാധ്യത. ഈസ്റ്ററും വിഷുവും ഒക്കെ പ്രമാണിച്ച് പെൻഷൻ നേരത്തെ നൽകുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇനി വിധവകളോ അവിവാഹിതരോ 60 വയസ്സ് തികഞ്ഞവരോ ഭിന്നശേഷിക്കാരോ ആയിട്ടുള്ള അർഹതയുള്ള ആരെങ്കിലും പെൻഷന് അപേക്ഷിക്കാത്തതായിട്ടുണ്ടെങ്കിൽ അപേക്ഷിക്കാവുന്നതാണ്. ആവശ്യമുള്ള രേഖകളുമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഇതിനായി നിങ്ങൾക്ക് നിങ്ങളുടെ വാർഡ് മെമ്പറുമായോ കൗൺസിലറുമായോ സഹായം തേടാവുന്നതാണ്. അടുത്തൊരു കാര്യം, മാർച്ച് മാസത്തെ റേഷൻ വിഹിതം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. റേഷൻ വിഹിതങ്ങൾ വാങ്ങാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ റേഷൻ വിഹിതങ്ങൾ വാങ്ങാൻ ശ്രമിക്കുക. അല്ലാത്ത പക്ഷം ഒരുപക്ഷെ മാർച്ച് മാസത്തിൽ അനുവദിച്ചിരിക്കുന്ന എല്ലാ വിഹിതങ്ങളും ലഭിച്ചെന്ന് വരില്ല. മാർച്ച് മാസം നിലവിലുള്ള വിഹിതങ്ങൾ തീർന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ലഭിക്കുന്നത് പച്ചരി മാത്രമാവാനുള്ള സാധ്യതയുമുണ്ട്. സപ്ലൈകോയുടെ ഗോഡൌണിൽ കെട്ടിക്കിടക്കുന്ന പച്ചരികൾ റേഷൻ കടകൾ വഴി വിതരണം ചെയ്യാനുള്ള ഉത്തരവ് വന്നിരുന്നു. അതിനാൽ തന്നെ മാർച്ച് മാസത്തെ റേഷൻ ഇനിയും വാങ്ങാത്തവരായിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ വാങ്ങാൻ ശ്രമിക്കുക. ഇനി സംസ്ഥാനത്ത് വളരെ കുറച്ചു പേരാണെങ്കിലും റേഷൻ കാർഡ് ഇല്ലാത്തവരായിട്ടുണ്ട്. സ്വന്തമായി റേഷൻ കാർഡ് ഇല്ലാത്തവർ, റേഷൻ കാർഡ് പുതുക്കുന്ന സമയം ഫോട്ടോ എടുത്ത് കാർഡ് പുതുക്കാത്തവർ, ഇതുവരെ ഒരു റേഷൻ കാർഡിലും ഉൾപ്പെട്ടിട്ടില്ലാത്തവരും, നിലവിൽ റേഷൻ കാർഡ് ഇല്ലാത്തവരുടെ കുടുംബത്തിനും താൽക്കാലിക കാർഡ് അഥവാ ഒരു ചട്ടക്കാർഡ് കൈവശമുള്ളവർ, റേഷൻ കാർഡ് പുതുക്കുന്നതിനായി ഫോട്ടോ എടുത്തിട്ടും ലിസ്റ്റിൽ പേര് വരാത്തവർ, മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും റേഷൻ കാർഡ് സറണ്ടർ ചെയ്ത് സർട്ടിഫിക്കറ്റ് കൈവശമുള്ളവർ എന്നിവർക്ക് പുതിയ റേഷൻ കാർഡിനായി അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷയിൽ എല്ലാ വിവരങ്ങളും എഴുതി
കാർഡുടമയുടെ 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ അടക്കം സപ്ലൈ ഓഫീസിൽ ഹാജരാക്കണം. ഇതിനായി എല്ലാ അംഗങ്ങളുടെയും ആധാർ കാർഡിന്റെ പകർപ്പ് ഉള്ളടക്കം ചെയ്യണം. 2 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ചേർക്കുന്നതിന് ജനന സർട്ടിഫിക്കറ്റിന്റെ പകർപ്പ് ഹാജരാക്കണം. അപേക്ഷയോടൊപ്പം മറ്റു രേഖകളും സമർപ്പിക്കേണ്ടതുണ്ട്. ഇതിനാവശ്യമായ രേഖകൾ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ നിന്നും ലഭിക്കുന്ന റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ്, വില്ലേജ് ഓഫീസിൽ നിന്നും ലഭിക്കുന്ന വരുമാന സർട്ടിഫിക്കറ്റ്, എല്ലാ അംഗങ്ങളുടെയും ആധാർ കാർഡിന്റെ പകർപ്പ് എന്നിവയ്ക്കൊപ്പം പുതുക്കാത്ത റേഷൻ കാർഡ് ഉടമകളാണെങ്കിൽ പഴയ റേഷൻ കാർഡ് ഹാജരാക്കണം. നിലവിൽ സംസ്ഥാനത്തെ ഒരിടത്തും റേഷൻ കാർഡ് ഇല്ലാത്തവർ കേരളത്തിൽ ഒരിടത്തും ഒരു റേഷൻ കാർഡിലും ഉൾപ്പെട്ടിട്ടില്ല എന്ന് കാണിക്കുന്ന രേഖ വേണം. താൽക്കാലിക റേഷൻ കാർഡ്, ചട്ടക്കാർഡുള്ളവർ നിലവിലുള്ള താൽക്കാലിക ചട്ടക്കാർഡ് കൈവശം വെക്കണം. ഫോട്ടോ എടുത്തിട്ട് ഒരു ലിസ്റ്റിലും പേര് വരാത്തവർ നിലവിലെ റേഷൻ കാർഡിന്റെ പകർപ്പും അസൽ കാർഡും വെക്കേണ്ടതാണ്. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും റേഷൻ കാർഡ് സറണ്ടർ ചെയ്ത് സർട്ടിഫിക്കറ്റ് കൈവശമുള്ളവർ സറണ്ടർ സർട്ടിഫിക്കറ്റിന്റെ അസൽ കോപ്പിയും ഹാജരാക്കേണ്ടതാണ്.